ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ജാമ്യം നേടി ജയിൽ മോചിതനായ ശേഷമുള്ള കേജ്രിവാളിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളാണ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത്. ഇന്നലെയാണ് AP പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേജ്രിവാൾ രാജിപ്രഖ്യാപനം നടത്തിയത്. നാളെ തന്നെ രാജിവെക്കുമെന്നാണ് അറിയുന്നത്. ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള സമയമടക്കം കേജ്രിവാൾ തേടിയിട്ടുണ്ട്. എന്തായാലും രാജി ഉണ്ടാകുമെന്ന് ഉറപ്പായതിനു ശേഷം ഇനി കേജ്രിവാളിന് പകരം ആര് എന്ന ചർച്ചകൾ സജീവമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പേര് വരുന്നത് കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ തന്നെയാണ്. അതും അല്ലെങ്കിൽ മന്ത്രിമാരായ തിഷി മർലേന, സൗരഭ് ഭരദ്വാജ് എന്നിവരുടെയൊക്കെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷം ഈ രാജിപ്രഖ്യാപനത്തെ വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. കേസെടുത്തപ്പോഴും ജയിലിൽ കഴിഞ്ഞപ്പോഴും ഒന്നും രാജി പ്രഖ്യാപിക്കാത്ത കേജ്രിവാൾ ജയിൽ മോചിതനായ ശേഷം രാജി പ്രഖ്യാപിച്ചത് അത് വെറും രാഷ്ട്രീയ നാടകമാണ് എന്നാണ് BJP ആരോപിക്കുന്നത്. അജിംസ, എന്താകാം കേജ്രിവാളിന്റെ ഉദ്ദേശം? എന്താണ് പെട്ടെന്നൊരു രാജിപ്രഖ്യാപനം നടത്തിയത്? ഈ പണ്ടൊരു രാജാവിനോട് ഒരു മന്ത്രി ചോദിക്കും, അങ്ങേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണെന്ന് ചോദിക്കും. അദ്ദേഹം അത് എന്നെ തന്നെയാണ്. അത് കഴിയുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതുപോലെ കേജ്രിവാളിന് ശേഷം ആരാവുന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കേജ്രിവാളിന് ശേഷം കേജ്രിവാൾ തന്നെയാണ് ആവുക. ഇപ്പോൾ അദ്ദേഹം രാജി പ്രഖ്യാപിക്കാനുണ്ടായ കാരണം ദിവ്യ ഓർക്കുന്നുണ്ട്, ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള കോടതി ഉത്തരവിൽ കടുത്ത ഉപാധികളാണുള്ളത്. കടുത്ത ഉപാധികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് CM-ന്റെ ചീഫ് മിനിസ്റ്റർ ഓഫീസിൽ പോകാൻ പറ്റില്ല, ഒരു പേപ്പറിൽ ഒപ്പിടാനും പറ്റില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഇരുന്നിട്ട് എന്ത് കാര്യമാണ്? കാര്യം മാത്രമല്ല, അദ്ദേഹം ഒപ്പിടാതെ അവിടെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾക്കുള്ള പ്രതിമാസത്തിലുള്ള ധനസഹായം പോലുള്ള ഒരുപാട് ഫ്രീ ബീസ് പ്രഖ്യാപിച്ചുള്ള സർക്കാരാണത്. അപ്പോൾ ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറ്റില്ല, ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അതായത് 1 വർഷം കൂടി അദ്ദേഹം ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം ഈ ആം ആദ്മി പാർട്ടി സർക്കാരിനുള്ള ജനപ്രീതി നഷ്ടപ്പെടും. അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് മുമ്പുള്ള ഏറ്റവും നല്ല മാർഗ്ഗം രാജിവെക്കുക, പകരം മറ്റൊരു മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തുക, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോവുക. അപ്പോൾ ഇദ്ദേഹം ഈ ആം ആദ്മി പാർട്ടി യോഗത്തിൽ രാജി പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു. പറ്റുമെങ്കിൽ ഈ മഹാരാഷ്ട്രയിൽ ഈ നവംബറിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്, അതോടൊപ്പം ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തിനാണ്? 1 വർഷം കൂടി ബാക്കി നിൽക്കെ അസംബ്ലി പിരിച്ചുവിടാതെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതിനർത്ഥം എന്താണ്? ഇനി പുതിയൊരു മുഖ്യമന്ത്രി വന്നാലും നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങൾ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും കുശാഗ്ര ബുദ്ധിയായ ഒരു രാഷ്ട്രീയക്കാരനെ കേരളത്തിൽ ഇന്ത്യയിൽ മഷി കിട്ടി നോക്കിയാൽ കാണാൻ കഴിയില്ല. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന്, തന്നെ വേട്ടയാടുകയാണ് കേന്ദ്ര സർക്കാർ എന്ന പ്രതീതി അദ്ദേഹം ഈ അറസ്റ്റിനെ തുടർന്ന് മുഴുവൻ ജനിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഇപ്പോൾ തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷവും തന്നെ വേട്ടയാടുകയാണ് എന്ന പ്രതീതി അദ്ദേഹം സൃഷ്ടിച്ചു കഴിഞ്ഞു. മറ്റൊരു കാര്യം, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു ജനപിന്തുണ ഇപ്പോൾ അദ്ദേഹത്തിനുണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയവുമുണ്ട്. തനിക്കുള്ള ജനപിന്തുണ എത്രയുണ്ട് എന്നുള്ളത് സംശയമാണ്. കാരണം ഈ അറസ്റ്റ് നടന്നതിൻ്റെ ഇടയ്ക്ക്, അറസ്റ്റിന് ശേഷമാണല്ലോ അദ്ദേഹം താൽക്കാലിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയത്. ആ ക്യാമ്പയിൻ ചെയ്തിട്ടും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവിടെ BJP ആണ് കൂടുതലായി നേട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംശയിക്കുന്നത് ഈ ഡൽഹി മദ്യനയ കേസിൽ തനിക്കെതിരായ കേസ് ജനങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒരു അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് മിശിഹ എന്ന തരത്തിലുള്ള തൻ്റെ ഇമേജിന് ഇത് ഇപ്പോൾ കോട്ടം തട്ടിയിട്ടുണ്ടോ? ഈ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉറപ്പാക്കുക മാത്രമല്ല, ഇനി അങ്ങനെ ഒരു പെർസെപ്ഷൻ ജനങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ ആ ജനങ്ങൾക്കിടയിൽ നിന്ന് അത് മാറ്റിയെടുക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഇപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക എന്നുള്ളത്. അത് അദ്ദേഹം വളരെ വിദഗ്ധമായി ചെയ്യുകയാണ്. 1. 2, ഇനി ജനങ്ങൾ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഈ അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിയ കേജ്രിവാൾ അഴിമതി കേസിൽ ജയിലിൽ പോയി ഒന്ന് വീണ്ടും വോട്ട് വയ്ക്കാൻ വരുന്നു. അങ്ങനൊരു അസംതൃപ്തി ജനങ്ങൾക്കിടയിലുണ്ടോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം. ഒരു സഹതാപ തരംഗം ഉണ്ടാക്കിയെടുത്ത് അത് മാറ്റിയെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് അവിടെ ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ വീണ്ടും വരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ താൽക്കാലികമായ ഗ്യാപ്പ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയാണ് നവംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇനിയിപ്പോൾ അടുത്ത വർഷം തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് കഴിയും. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ സമയമുണ്ട്. ഇനി അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പ് വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ 1 കൊല്ലം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ പോവുകയാണ്. മുഖ്യമന്ത്രി അല്ലാതെ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനർ എന്നതിൽ അദ്ദേഹം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താൻ പോവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഗൂഗിളി എന്നൊക്കെ പറയാവുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. അത് BJPക്ക് തടുക്കാൻ പോലും കഴിയാത്ത അത്ര വിദഗ്ധമായി അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ തന്ത്രം അവതരിപ്പിക്കുകയാണ് പുതിയ മുഖ്യമന്ത്രി വരുമെന്ന പ്രഖ്യാപനത്തിലൂടെ. യെസ്, നിഷാദിന് എന്ത് തോന്നുന്നു? വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തീരുമാനം അത് തിരിച്ചടിയാകുമോ അതോ APക്ക് നേട്ടമാകുമോ? അല്ല, ഒന്നാമത്തെ കാര്യം നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മറ്റു വഴികളില്ല എന്നത് കാണണം. ജാമ്യവ്യവസ്ഥകൾ അത്രയും കർക്കശമാണ്. സെക്രട്ടേറിയറ്റ് പോകാൻ പറ്റില്ല. പിന്നെ സെക്രട്ടേറിയറ്റ് പോകേണ്ട കാര്യമൊന്നുമില്ല, ഭരിക്കാൻ, അല്ലാതെ അദ്ദേഹത്തിന് ഭരിക്കാനൊക്കെ പറ്റും. പക്ഷേ എന്നാലും ജാമ്യവ്യവസ്ഥകൾ അദ്ദേഹത്തെ വല്ലാതെ ചുരുക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്നതിൽ തന്നെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ആദ്യത്തെ മാർഗ്ഗമാണ് രാജിവെക്കുക എന്നത്. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെ ജനപിന്തുണയുമായി ബന്ധപ്പെട്ട് നല്ല സംശയം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം നോക്കൂ, ഇപ്പം എല്ലാ തവണയും ഡൽഹിയിലെ ഒരു പാറ്റേൺ നോക്കിയാൽ അവിടുത്തെ ലോക്കൽ ബോഡിയിലും
അല്ലെങ്കിൽ അസംബ്ലിയിലും ആപ്പിന് നേട്ടം ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ ലോക്സഭയിൽ അവർ പരാജയപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ലോക്സഭയിൽ അവരുടെ പരാജയം ഞെട്ടിക്കുന്നൊന്നുമല്ല. പക്ഷേ ഇത്തവണ അരവിന്ദ് കെജ്രിവാൾ വേട്ടയാടപ്പെട്ടതിന് ശേഷം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും അതിൻ്റെ ആനുകൂല്യം ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിന് കിട്ടിയില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ 3 ടേമിലെ ഏറ്റവും ദുർബലനായി കാണപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും അതിൻ്റെ നേട്ടം ആർക്ക് കിട്ടണം? ആപ്പിന് കിട്ടേണ്ടതാണ്. ആപ്പ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇന്ത്യ സഖ്യത്തിലെ. ഇന്ത്യ സഖ്യം ഏറ്റവും നന്നായി പെർഫോം ചെയ്ത തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസ് പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പാണ് വലിയ പരാജയത്തിൽ നിന്ന്. അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഈ സവിശേഷ സന്ദർഭത്തിൻ്റെ സാഹചര്യത്തെ എൻഗേജ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് സംശയമുണ്ട്. കാരണം ഇന്ത്യ സഖ്യം ഇത്രയും ബെറ്റർ പെർഫോം ചെയ്ത അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വന്ന് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളെല്ലാം വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. മാധ്യമങ്ങളെല്ലാം ഭയങ്കര തലക്കെട്ട്, അജണ്ട സെറ്റ് ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്ന നിലയ്ക്ക് വാർത്തകൾ വന്നു. ഭയങ്കരമായി ഇത് ഇലക്കി മറിക്കാൻ പോകുന്നു. പക്ഷേ അരവിന്ദ് കെജ്രിവാളിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം അദ്ദേഹത്തിനൊന്നും കിട്ടിയില്ല. ബാക്കി എല്ലാ പാർട്ടികൾക്കും നേട്ടം ഉണ്ടാക്കാൻ പറ്റി. യു.പിയിൽ പോലും BJP തകർന്നടിഞ്ഞു. കോൺഗ്രസ് SP ഒക്കെ അവിടെ നേട്ടം ഉണ്ടാക്കി. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന ഭയം സ്വാഭാവികമായിട്ടും ആപ്പിനുണ്ടാവില്ലേ? അതൊരു പ്രധാന കാര്യമാണ്. മറ്റൊന്ന്, ഡൽഹിയിൽ ഉയർന്നു വന്ന വലിയൊരു അഴിമതി വിരുദ്ധ വികാരത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഈ സർക്കാരും എല്ലാം എന്ന് നമുക്കറിയാം. അന്ന് ഡൽഹി ജനതയെ ആകെ തന്നെ ആ വികാരത്തിൻ്റെ കൂടെ ചലിപ്പിക്കാൻ, തെരുവിലിറക്കാൻ ഇവർക്ക് പറ്റിയിരുന്നു. അതിനുശേഷം പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഈ മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ പോയപ്പോൾ നമ്മൾ ഡൽഹിയിൽ ആകമാനം വലിയ പ്രതിഷേധം കണ്ടോ? ഇല്ല. അവിടെ പ്രതിഷേധിക്കാനുണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ മാത്രമേ പ്രതിഷേധിക്കാൻ രംഗത്ത് വന്നുള്ളൂ. അതിൽ കൂടുതൽ പ്രതിഷേധം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു പല പാർട്ടിക്കാർക്കും പറ്റി. അപ്പോൾ അതുകൊണ്ട് ഡൽഹി ജനങ്ങളുടെ ആകെ ഒരു സെൻറ്റിമെൻറ്റ്സ് ആക്കി അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള ഈ കേസിനെ മാറ്റുന്നതിൽ ആപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് അരവിന്ദ് കെജ്രിവാൾ ഏത് ഒരു വൈകാരിക ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ പാർട്ടിയായിട്ട് വന്നത്, ആ വൈകാരിക ആവേശം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. കെജ്രിവാൾ വേട്ടയാടപ്പെടുന്നു, അദ്ദേഹത്തെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു, ജാമ്യം കൊടുക്കുന്നില്ല എന്നൊന്നും ഡൽഹിക്കാരുടെ ഒരു സീരിയസ് കൺസേൺ അല്ല എന്നത് ആപ്പിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ് ഇപ്പോഴും. അപ്പോൾ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന കാര്യം, ഞാനിവിടെ അള്ളിപ്പിടിച്ചിരിക്കുകയാണ് എന്ന സംശയം ഡൽഹിക്കാർക്കുണ്ടായിട്ടുണ്ടോ? ഞാൻ കുറച്ച് പൈസ അടിച്ചെന്ന സംശയം അവർക്കുണ്ടായിട്ടുണ്ടോ? എൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിത നിലവാരത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇതൊക്കെ ഡൽഹിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ആപ്പില്ല. കാരണം ഡൽഹിയാണ് അതിൻ്റെ ബേസ്. അരവിന്ദ് കെജ്രിവാളാണ് അവിടുത്തെ മുഖ്യമന്ത്രി, നാളാണ് അതിൻ്റെ കൺവീനർ. അദ്ദേഹമാണ് എല്ലാം. പ്രത്യയശാസ്ത്ര അജണ്ടയൊന്നുമില്ല. ഫ്രീ ബീസ് ആൻഡ് ഈ പറയുന്ന വെൽഫെയർ പ്രോജക്റ്റുകളുടെ അജണ്ട അല്ലാതെ വേറൊന്നും ഇല്ലാത്ത പാർട്ടിയാണെന്ന് ഓർക്കണം. ആ പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനം കാഴ്ചവെക്കുകയും ഡൽഹിയിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വലിയ സെൻറ്റിമെൻറ്റ്സ് പ്രകടമാകാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് അടിയന്തരമായ പരിഹാര ഫോർമുലയിലേക്ക് പോവേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് എന്തുമാത്രം സക്സസ്ഫുൾ ആവും ചോദിച്ചാൽ, പഴയ ഇല്ലാത്ത വിശ്വാസത്തെ വീണ്ടെടുക്കാനും സംശയങ്ങളെ ദൂരീകരിക്കാനും ഒരു വലിയ ഒരു ക്യാമ്പയിനോ മറ്റോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് കൂടുതൽ സമയം കിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ. ആ സമയം ഉപയോഗിച്ചുകൊണ്ട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ആളുകളെ വിശ്വാസത്തിലെടുക്കുക, വീണ്ടും കൊണ്ടുവരിക എന്നാണ് അവരോട് ഉദ്ദേശിക്കുന്ന കാര്യം. മനീഷ് സിസോദിയെ അദ്ദേഹവും അറിയിക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒന്നും മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. അത്രയും മണ്ടനാണ്. നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹം ഇന്ത്യയിലെ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു ബുദ്ധിമാനാണെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. സ്വന്തം ഭാര്യയെ കൊണ്ടുവരാന്ന് വെച്ചാൽ അത് ആളുകൾക്ക് എന്താ മനസ്സിലാവുക? ആ മണ്ടത്തരം അദ്ദേഹം കാണിക്കുന്നൊന്നുമില്ല. ഒരുപക്ഷെ അദ്ദേഹം അകത്തായിരുന്നപ്പോൾ പുറത്ത് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന അതിഷി മെർലനെയാണ്. അതിഷി തന്നെയാവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാൾ. വേറെ അതിഥിയില്ല. അതിന് കുറേ റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട 2 ആളുകൾ മാറിയിരിക്കുക, പുതുതായിട്ടൊരാളെ കൊണ്ടുവരിക, പുതിയ അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടുകയാണല്ലോ പുതിയ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് ചെറുത്ത അനുഭവങ്ങളിൽ ഇപ്പോൾ ജിതൻറാം മാഞ്ചിയുടെയൊക്കെ അനുഭവം നമുക്ക് ഓർമ്മയുണ്ട്. നിതീഷ് കുമാർ ഭട്ട് അദ്ദേഹത്തെ ഇടക്കാലത്ത് മുഖ്യമന്ത്രിയാക്കുന്നു, പിന്നെ മാറ്റേണ്ടി വരുമ്പോൾ സംഘർഷമാകുന്നു, പാർട്ടി വിട്ടു പോകുന്നു, വേറെ പാർട്ടി ഉണ്ടാക്കുന്നു, BJP പോകുന്നു. ഇപ്പോൾ ചെമ്പൈ സോറൻ നമ്മൾ കണ്ടതാണ്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി അകത്തായപ്പോൾ ചെമ്പൈ സോറൻ എന്ന് പറഞ്ഞ ജ്യേഷ്ഠനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുന്നു. തിരിച്ചു വന്നപ്പോൾ വീണ്ടും അദ്ദേഹം മുഖ്യമന്ത്രി പദം തിരിച്ചെടുക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ചെമ്പൈ സോറൻ പെട്ടെന്ന് BJP പോകുന്നു. BJP മുഖ്യമന്ത്രിയെ വേട്ടയാടിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റിയ ആളാണ് അദ്ദേഹം. BJP. അപ്പോൾ ഇത്തരം റിസ്ക് എലമെൻറ്റ്സ് ഉണ്ട് പുതിയ അധികാര കേന്ദ്രങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെയൊക്കെ ആപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തെന്ന് നോക്കണം. എന്തായാലും അവർക്കൊരു കുറച്ച് പണിയെടുക്കേണ്ട അത്യാവശ്യം മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. അവർ ആ പണിയെടുക്കാൻ പോകുന്നു വിചാരിക്കണം. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ. ഈ പിന്നെ മേജർ പ്ലെയർ എന്ന് പറഞ്ഞാൽ BJP ആണ്. അവിടെ BJPക്ക് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് എന്താണ്? ഇദ്ദേഹമാണ്, നമ്മുടെ മോദിയാണ്. മോദി മങ്ങി നിൽക്കുന്ന സമയമാണല്ലോ. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ലോക്കൽ ലീഡേഴ്സോ അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും പ്രത്യയശാസ്ത്രമൊന്നും BJPക്ക് അവിടെ സെല്ല് ചെയ്യാനില്ല. അതുകൊണ്ട് ആപ്പിന് അങ്ങനെ വലിയ ത്രെട്ടുണ്ട് എന്ന് പറയാം. കോൺഗ്രസിൻ്റെ കാര്യത്തിലായാലും കോൺഗ്രസിനും ലോക്കലി ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആകെയുള്ളത് ദേശീയ തലത്തിൽ കോൺഗ്രസ് കുറച്ച് പെർഫോം ചെയ്യുന്നു, കുറച്ചുകൂടെ ആളുകൾക്ക് വിശ്വാസം വന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. എന്നാലും ഡൽഹിയിൽ ആപ്പിന് അസംബ്ലിയിലും ലോക്കൽ ബോഡിയിലൊന്നും മറച്ചിടാൻ തക്കവണ്ണം അപ്പുറത്ത് ശത്രുക്കൾ വളർന്നിട്ടില്ല. വളർന്നു തുടങ്ങുമോ എന്ന ഭയം മുളയിലെ നുള്ളനാണ് ഈ പണി. അതിനാണ് അവർ പ്രയത്നിക്കുന്നത് തോന്നുന്നു. യെസ്, വലിയ തിരിച്ചുവരവ് തന്നെയാണ് എന്തായാലും കെജ്രിവാൾ ലക്ഷ്യമിടുന്നത്.
ഈ മദ്യനയ അഴിമതി കേസ് വലിയ പ്രതിച്ഛായ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നഷ്ടം നികത്താൻ കൂടി വേണ്ടിയാണ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങാൻ പോകുന്നത്. ഇനി പകരം ആര് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം അധികം വൈകാതെ തന്നെ പുറത്തു വരുമെന്ന് നമുക്ക് കരുതാം.